മുന്നേറ്റ പ്രവർത്തനങ്ങളെ തടയിടുക, ഉസ്താദിന്റെ വ്യക്തിപ്രഭാവത്തെ തകർക്കലായിരുന്നു ലക്ഷ്യം. മാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ, കവലകളിലൂടെ അതിന് ശ്രമം നടത്തിയപ്പോ നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നി യുവജന സംഘവും SSFും എന്താണ് സഹോദരന്മാരെ ചെയ്തത്? ഈ ഉസ്താദിനെ മുന്നിൽ വെച്ചുകൊണ്ട് മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു കേരള യാത്ര നടത്തുകയുണ്ടായി. സഹോദര, എന്തായിരുന്നു അതിന്റെ അനുഭവം? ഒരു വ്യക്തിയെ വ്യക്തിഹത്യ നടത്തി പരാജയപ്പെടുത്താനും ഒരു പ്രസ്ഥാനത്തിന്റെ അടിത്തറ മാന്താനും ശ്രമിച്ച സാഹചര്യത്തിലാണ് അതേ വ്യക്തിയെ, അതേ നേതാവിനെ മുന്നിൽ വെച്ചുകൊണ്ട് മാനവികതയെ ഉണർത്തുന്നു എന്ന സമയം ഉയർത്തിപ്പിടിച്ച് കേരള യാത്ര നടത്തുന്നത്. ഒരറ്റം മുതൽ കേരളം മതരാഷ്ട്രീയ വൈചാദ്യങ്ങൾ മറന്നുകൊണ്ട് ഉസ്താദിന്റെ പിന്നാലെ ഒഴുകുന്ന കാഴ്ച കേരളത്തിന്റെ ചരിത്രത്തിലും വർത്തമാനത്തിലും ഒരിക്കലും ആർക്കും കാണാൻ സാധിക്കാത്തൊരു കാര്യമായിരുന്നു. അതിന്റെ പിന്നാലെ ചിലവർ വന്നിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾക്ക് പറയാനുള്ളത് അതാണ്. എന്നും ഉസ്താദിന്റെ പിന്നിലെ നിങ്ങൾക്ക് വരാനൊക്കൂ, ഈ പ്രസ്ഥാനത്തിന്റെ പിന്നിലെ നിങ്ങൾക്ക് വരാനൊക്കൂ. ഒരു വാർഷികം പ്രഖ്യാപിച്ചു. വാർഷിക പ്രഖ്യാപനത്തിന്റെ ഫലമായി ഗ്രാമങ്ങളിലും മഹല്ലുകളിലും ഇവർ നടത്തുന്ന പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്താണ്? ബുർദ മജ്ലിസാണ്, അതുപോലെ ആത്മീയ സദസ്സുകളാണ്. ഞാനിത് പറയുന്നത് ഇതിന് പോലും അവർ മുന്നിൽ വെച്ച ഒരു മാനദണ്ഡം എന്താണ്? ബുർദ മജ്ലിസ് അത് ഏപ്പിക്കാരുടെ കുത്തകയായിരുന്നു അത്രേ. കുത്തുബിയത്ത് അത് ഏപ്പിക്കാരുടെ കുത്തകയായിരുന്നു അത്രേ. ദിക്ർ ഹൽക്ക അത് ഏപ്പിക്കാരുടെ കുത്തകയായിരുന്നു അത്രേ. സ്വലാത്ത് മജ്ലിസ് അത് ഏപ്പിക്കാരുടെ കുത്തകയായിരുന്നു അത്രേ. ആയിരുന്നു സഹോദരന്മാരെ. ദീന് പറയാനും ആത്മീയത പറയാനും ആദർശം പറയുവാനും താജുൽ ഉലമയുടെയും മഹാനായ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലുള്ള സംഘടന തന്നെയാണ് ഇക്കാലം അത്രയും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നല്ല സദസ്സുകൾ സംഘടിപ്പിക്കുന്നുവെങ്കിൽ സ്വാഗതാർഹമാണ്. പക്ഷേ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യവും കുത്തക തകർക്കലാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായവുമായുള്ള വിവാദത്തിന്റെ പേരിൽ സമുദായത്തെ അവമതിക്കുന്ന രൂപത്തിലുള്ള ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് കേരളത്തിലെ മുഴുവൻ ബിദഈ കക്ഷികളെയും ഒരുമിച്ച് കൂട്ടി കൂട്ടുമുന്നണി ഉണ്ടാക്കിയതിന്റെ പിന്നില് മുസ്ലിം പെൺകുട്ടികളുടെ കണ്ണീരൊപ്പാനാണെന്ന് ഞങ്ങൾക്കൊരു അഭിപ്രായവുമില്ല. അവിടെ പോലും ഉസ്താദിനെയും ഉസ്താദിന്റെ പ്രസ്ഥാനത്തെയും ഒറ്റപ്പെടുത്താനുള്ള കൂട്ടായ്മ മാത്രമാണത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒറ്റപ്പെടുത്തൽ കൊണ്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും കൂടി ആടിയാലും അതിന്റെ എല്ലാം ഉന്നത സ്ഥാനത്ത് ഉസ്താദ് ഒറ്റയ്ക്ക് മതി എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും സുന്നി യുവജന സംഘവും SSFും ഒറ്റയ്ക്ക് മതി എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ വിവാദങ്ങൾ ഇവിടെ വലിച്ചിഴച്ച്